അമ്മു ചിന്തിച്ചു പ്രവർത്തിക്കുന്ന പുതിയ തലമുറയുടെ പ്രതീകമാണ്. അവർക്ക് വെറുപ്പിനും കലഹത്തിനും താല്പര്യമില്ല, സമയമില്ല. അമ്മുവിനെതിരെ നടക്കുന്ന സൈബർ പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ഷീ വോണ്ട് കെയർ. പറഞ്ഞു വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതിയെ പറ്റിയാണ്. ആരതിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്തിനാണെന്നോ, നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം പഹൽഗാമിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ആരതി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ധരിച്ച വസ്ത്രവും ആഭരണങ്ങളും മുഖത്തെ ഭാവങ്ങളും ഒക്കെയാണ് കുറച്ചുപേർക്ക് പ്രശ്നമായി മാറിയത്. കൺമുൻപിൽ വെച്ച് അച്ഛൻ മരിച്ചിട്ടും ആ പെൺകുട്ടിയുടെ മുഖത്ത് യാതൊരു സങ്കടവുമില്ലാത്തത് ചിലരെ വല്ലാതെ വേദനിപ്പിച്ചു. ആ പെൺകുട്ടിയേക്കാൾ രാമചന്ദ്രനുമായി ബന്ധമുള്ളവരാണല്ലോ ആക്രമണത്തിന് ശേഷം രാമചന്ദ്രനെ അറിഞ്ഞ ആളുകൾ. അച്ഛൻ മരിച്ചിട്ടും ഇത്രയും ഒരുങ്ങി ആഭരണങ്ങൾ ഇട്ട് നിൽക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് പരിഹസിച്ചവരുമുണ്ട്. അവര് പ്രതീക്ഷിക്കുന്നത് പോലെ കണ്ണീരണിഞ്ഞ് ആഭരണങ്ങളൊന്നുമില്ലാതെ നെഞ്ചത്തടിച്ചു കരയുന്ന കുടുംബാംഗങ്ങളെ കാണണം. വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ സ്നേഹമില്ലെന്ന് കരുതുന്നവരാണ് ഇക്കൂട്ടർ. കരയുമ്പോൾ പോട്ടെ, സാരമില്ല, എന്നാണെങ്കിലും മരിക്കും, ഇങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആശ്വസിപ്പിക്കണം. എന്നാൽ ഇതിന് മറുപടിയായി പലരും എത്തിയിട്ടുണ്ട്. തീരെ മര്യാദയും മനുഷ്യത്വവും ഇല്ലാതെ വിഷം തുപ്പുകയാണെന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരക്കാരെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇതുപോലുള്ള അധിക്ഷേപ വാചകങ്ങൾ സ്ത്രീകൾ പതിവായി നേരിടാറുണ്ടെന്നും മരണ വീട്ടിലെ സ്ത്രീകൾ നല്ലതുപോലെ കരയണമെന്ന് എഴുതപ്പെടാത്ത നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു. ആരതിയുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേറ്റത്. മക്കൾ കരഞ്ഞപ്പോൾ തന്നെ ഭീകരർ വെറുതെ വിടുകയായിരുന്നുവെന്നും ആരതി പറഞ്ഞിരുന്നു. പഹൽഗാം ആക്രമണം നടന്ന ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കാശ്മീരികളായ ഡ്രൈവർമാർ തന്റെ സഹോദരങ്ങളെ പോലെയാണ് പെരുമാറിയതെന്നും ആരതി പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം കുടുംബസമേതം ജമ്മു കാശ്മീരിലേക്ക് വിനോദയാത്ര പോയതാണ് ആരതി. ഇപ്പോഴിതാ എഴുത്തുകാരെയും ആരതിയുടെ കുടുംബവുമായി അടുത്ത ബന്ധവുമുള്ള ഷേർലി സോമസുന്ദരത്തിന്റെ വാക്കുകൾ ചർച്ചയാവുകയാണ്. ആരതിയെ പറ്റിയും ആ കുടുംബത്തെയും അടുത്തറിയുന്ന ഷേർലി സോമസുന്ദരം പറയുന്നത് ഇങ്ങനെ: ആരതി ഞങ്ങളുടെ അമ്മു, എന്റെ സുഹൃത്ത് ഷീലയുടെയും രാമചന്ദ്രന്റെയും മകൾ. പഹൽഗാമിൽ ഭീകരർ പോയിന്റ് ബ്ലാങ്കിൽ അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുന്നത് കണ്ടവൾ. താഴ്വരയിലൂടെ തന്റെ ഇരട്ട കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് ദിക്കറിയാതെ ഓടിയവൾ. ഓടുന്നതിന് മുൻപ് അച്ഛന്റെ പോക്കറ്റിൽ ID പ്രൂഫ് വെക്കാനും അച്ഛന്റെ മൊബൈൽ കയ്യിലെടുക്കാനും സമചിത്തത കാണിച്ച ബുദ്ധിമതി. തണുത്ത രാത്രിയിൽ അച്ഛനു വേണ്ടി മോർച്ചറിക്ക് മുൻപിൽ കാവൽ നിന്നവൾ. അമ്മയെ ഇതറിയിക്കാതെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ എത്തിച്ചവൾ. മാധ്യമങ്ങൾക്ക് മുൻപിൽ പതറാതെ സത്യസന്ധമായി സംസാരിച്ചവൾ. മുസാഫിറും സമീറും എനിക്ക് കാശ്മീരിലെ ബ്രദേഴ്സ്. അള്ള അവരെ രക്ഷിക്കട്ടെ എന്ന അവരുടെ വാക്കുകൾ കേരളത്തെ സാധ്യമായ രാഷ്ട്രീയ മതസ്പർദ്ധയിൽ നിന്ന് രക്ഷിച്ചു നിർത്തി. അമ്മു അങ്ങനെ പെരുമാറൂ. കൃത്യമായ ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകിയാണ് ഷീലയും രാമചന്ദ്രനും അരവിന്ദനെയും അമ്മുവിനെയും വളർത്തിയത്. എല്ലാ മതങ്ങളും പ്രബുദ്ധമായ രാഷ്ട്രീയ പാർട്ടികളും സൗഹാർദ്ദമായി കഴിയുന്ന ഇടപ്പള്ളിയിലാണ് അവൾ വളർന്നത്. അമ്മു ചിന്തിച്ചു പ്രവർത്തിക്കുന്ന പുതിയ തലമുറയുടെ പ്രതീകമാണ്. അവർക്ക് വെറുപ്പിനും കലഹത്തിനും താല്പര്യമില്ല, സമയമില്ല. അമ്മുവിനെതിരെ നടക്കുന്ന സൈബർ പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ഷീ വോണ്ട് കെയർ.